അങ്ങനെ നമ്മുടെ അഖിൽ മാരാർ വീണ്ടും വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് മുന്നിട്ട് വരികയാണല്ലേ. അത് എനിക്ക് തോന്നുന്നു അന്തം കമ്മികളൊക്കെ ഇതൊക്കെ അംഗീകരിക്കാൻ ഭയങ്കര പാടുപെടുവാണ്. അവരൊക്കെ തന്നെ ഒരേ വീഡിയോ ഒക്കെ ചെയ്ത് മെഴുകുന്നുണ്ട്. അങ്ങനല്ല, ഇങ്ങനെയാണ്, അഖിലിൻ്റെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. അഖിൽ മാരാർ വായിക്ക് തോന്നിയതെല്ലാം വിളിച്ചു പറയുകയാണ്. തൻ്റെ ഒരു സ്ഥാനം സോഷ്യൽ മീഡിയയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ ആൾക്കാർ വീഡിയോസ് ഒക്കെ ഇടുന്നത് കേട്ടോ. എന്തായാലും അഖിൽ മാരാറെ വീണ്ടും വീണ്ടും ട്രോളിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് വരുമ്പോൾ ഇതിനെല്ലാം മറുപടിയായിട്ട് വീണ്ടും വീണ്ടും ഓരോ വീഡിയോസുമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അഖിൽ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഇന്ന് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അഖിൽ മാരാറുടെ. അപ്പം ഒരുപാട് അന്തം കമ്മികളൊക്കെ കിടന്ന് മെഴുകി മറിഞ്ഞ കുറേ കാര്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇതൊരു ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പൈസയാണ്. അത് മന്ത്രിമാർക്ക് വേണ്ട രീതിയിൽ തോന്നുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാനുള്ളതാണോ എനിക്കറിയില്ല. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോയെന്നും എനിക്കറിയില്ല. അത് എൻ്റെ ഒരു ചിലപ്പം അറിവില്ലായ്മ ആയിരിക്കാം. പക്ഷേ ഇത് ആ ഒരു ദുരിതബാധിതർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസ വേറെ പല ആവശ്യങ്ങൾക്കുമായിട്ട് ചിലവഴിക്കുന്നത് അതൊരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നിയില്ല. അത് എനിക്ക് അറിയില്ലാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അതുപോലെ തന്നെ ഇത് ഇങ്ങനൊരു കാര്യം, അതായത് ഇങ്ങനെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഇത്രയൊരു കോടി രൂപ KSFലേക്ക് മറിച്ചു എന്ന രീതിയിൽ അഖിൽ പറഞ്ഞപ്പോൾ ഇതിന് മറുപടിയായിട്ട് നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഇങ്ങനെ കുട്ടികൾക്ക് പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തതെന്ന്. അപ്പം എന്തുകൊണ്ട് ഇവരൊരു ടെൻഡർ വിളിച്ചില്ല? അങ്ങനെ ഒരു ടെൻഡർ വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയേറെ പരാതികൾ ഉണ്ടാകത്തില്ലായിരുന്നു. അതായത് ഈ കൊടുത്ത ലാപ്ടോപ്പുകൾ പലതും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പരാതികൾ ഉണ്ടാകാതെ ഇരിക്കുമായിരുന്നു. മാത്രമല്ല സർക്കാരിന് ഒന്നും കൂടെ ലാഭവും കിട്ടിയേനെ. പക്ഷേ അങ്ങനെ ചെയ്താൽ പല കണക്കുകളും പുറത്തേക്ക് വരുമായിരുന്നു അല്ലേ. അപ്പോൾ ഈ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ളതുപോലെ കണക്കുകൾ ചെയ്യാമല്ലോ അല്ലേ. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പൊതുജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അധികകാലം ഇങ്ങനെ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയില്ല. കാരണം ഇതുപോലെ ചുണയുള്ള ആളുകൾ മുന്നോട്ട് വരികയും ഈ സർക്കാർ ചെയ്യുന്ന ഓരോ അഴിമതിയും പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. എന്തായാലും അഖിൽ മാരാറിൻ്റെ ലാസ്റ്റ് വന്നൊരു വീഡിയോ അന്തം കമ്മികൾക്കുള്ള ഒരു അടിയായിട്ടാണ് തോന്നുന്നത്. ഇവരിങ്ങനെ കിടന്ന് മെഴുകുവാണ്. ആ പദ്ധതിയാണ്, ഈ പദ്ധതിയാണ്, അഖിലിന് ഒന്നും അറിയില്ല, അഖിലിന് ഇങ്ങനെ വെറുതെ വളവള പറയാൻ മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ കിടന്ന് മെഴുകുന്നത്. അതിനൊക്കെ തക്കതായ മറുപടിയുമായിട്ടാണ് അഖിൽ വന്നിരിക്കുന്നത്. ഇനി എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അന്തം കമ്മികൾ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുള്ള തല പോകുന്ന ആലോചനയിലായിരിക്കും. ഉടനെ തന്നെ ഓരോരോ വീടുകളായിട്ട് വരും. നമുക്ക് നോക്കാം ഇനി എന്താണ് പറയാൻ പോകുന്നത്. എന്തായാലും ഞാൻ വെയിറ്റിങ്ങിലാണ് എന്താണ് ഇതിനുള്ള മറുപടി എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്.